أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا رآك الذين كفروا إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون. صدق الله العظيم. അൽ-അംബിയാ 36. വൈദാ റആക്കല്ലദീന കഫറു. വൈദാ റആക്ക താങ്കളെ കണ്ടാൽ, അല്ലദീന കഫറു നിഷേധിച്ചവർ, ഇൻ യത്തഖിദൂനക താങ്കളെ അവർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ താങ്കളെ അവർ എടുക്കുന്നില്ല, ഇല്ലാ ഹുസുവ ഒരു തമാശ അല്ലെങ്കിൽ ഒരു പരിഹാസമായിട്ടല്ലാതെ. അഹാദ ഇവനാണോ, അല്ലദീ യദ്കുറു പറയുന്നവൻ, ആലിഹത്തക്കും നിങ്ങളുടെ ദൈവങ്ങളെ, ഉഹും അവരായിരിക്കെ, ബിദിക്രി റഹ്മാനി അർ-റഹ്മാനെ കുറിച്ച് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സ്മരണ കൊണ്ട്, ഹും അവർ കാഫിറൂൻ നിഷേധിക്കുന്നവരാണ്. വൈദാ റആക്കല്ലദീന കഫറു നിഷേധികൾ താങ്കളെ കണ്ടാൽ, ഈ യത്തഖിദൂനക ഇല്ലാ ഹുസ്വ ഒരു പരിഹാസമായിട്ടല്ലാതെ എടുക്കുന്നില്ല. അഹാദല്ലദീ യദ്കുറു ആലിഹത്തക്കും എന്നിട്ട് അവർ പറയാണ്, ഇവനാണോ നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് പറയുന്നവൻ, ഉഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ അവരാവട്ടെ റഹ്മാനെ കുറിച്ച് നിഷേധിച്ചുകൊണ്ട് പറയുന്നവരാണ് എന്നിരിക്കെയാണ് അവരിത് പറയുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ ഖുറൈശി നേതാക്കന്മാർ അല്ലെങ്കിൽ മുശ്രിക്ക് നേതാക്കന്മാർ അനുവർത്തിച്ചിരുന്ന നിലപാടിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതൊരു കാര്യത്തിലല്ല എടുക്കുന്നത്, കളിയായിട്ടാണ്. ഈ സൂറയുടെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞല്ലോ, മാ യഅ്തീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ ലാഹിയത്തൻ ഖുലൂബുഹും. അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഏത് പുതിയ ഉത്ബോധനം വരുമ്പോഴും കളിച്ചുകൊണ്ടിരിക്കെ ഹൃദയശൂന്യരായിട്ട്, ഒഴിഞ്ഞ മനസ്സുമായിട്ട്, അഥവാ ഗൗരവത്തിൽ ചിന്തിക്കാതെയല്ലാതെ അവർ കേൾക്കുന്നില്ല. അതിൻ്റെ തന്നെ മറ്റൊരു വശമാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ പരിഹസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ദൂതൻ എന്ന ഒരു ഗൗരവപ്പെട്ട പരിഗണനയായിരുന്നില്ല. പകരം ദേ ഇരിക്കുന്നു പടച്ചവൻ നമുക്കായിട്ട് അയച്ചവൻ എന്നുള്ള നിലയിൽ പരിഹസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഖുർആനെ പരിഹസിക്കുന്നതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഇത് റസൂലുള്ളാഹിനെ തമാശയാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് അവർ തമ്മിൽ പറയും, അഹാദല്ലദീ യദ്കുറു ആലിഹത്തക്കും ഇവനാണോ നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് പറയുന്നത്. ദൈവങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ചും ഇതേ വർത്തമാനം പറഞ്ഞത് കാണാൻ കഴിയും. സമീനാ ഫത്തൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഒരു പയ്യൻ നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവന്റെ പേര് ഇബ്രാഹിം എന്നാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ കൊത്തിനുറുക്കിയിട്ട സംഭവം കണ്ടുകൊണ്ട് വന്ന ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒരു പയ്യൻ എന്നാണ് സമീന ഫത്തൻ എന്നതുപോലെ ദൈവങ്ങളെക്കുറിച്ച് പറയുന്നു എന്നാണ്. ദൈവങ്ങളെക്കുറിച്ച് പറയുന്നു എന്നേ പറയുന്നുള്ളൂ, പരിഹസിക്കുന്നു എന്നോ വിമർശിക്കുന്നോ എന്നോ പറയുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവയെ കുറിച്ചൊന്നും ചീത്ത പറയുന്നില്ല. പക്ഷേ ലാ യദുറു വലാ യൻഫഉ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും സങ്കല്പിച്ചുണ്ടാക്കിയത് മാത്രമാണ്, അള്ളാഹു ഇതിലൊന്നും ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവര് പങ്കാളികളാണ്, അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ പങ്കാളികളാണ് എന്നതിന് അള്ളാഹ്ക്ക് പങ്കാളികൾ ഇല്ല എന്ന് പറയുന്നുണ്ട്.
അതുപോലെ ശുപാർശകരാണെന്ന് പറയുന്നിടത്ത് അല്ലാഹു തആല അവന് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി ആരുടെ ശുപാർശയും സ്വീകരിക്കുകയില്ല. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തള, ഈ സൂറത്തിൽ തന്നെ വന്നല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ അവർക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. വളരെ മാന്യമായിട്ടാണ് വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ ചീത്ത പറയരുത് എന്ന് അള്ളാഹു തന്നെ കൽപ്പിക്കുന്നുണ്ട്. റസൂലുള്ള ചീത്ത പറയുന്ന പ്രശ്നമേ ഇല്ല. അതേ സമയത്ത് നിരൂപണം ചെയ്യും, ഈ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ, അതുപോലും സഹിക്കുകയില്ല. എല്ലാ കാലത്തെയും മുശ്രിക്കുകളുടെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അഥവാ ദൈവങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയെ പറ്റുകയില്ല. അത് അവിടുത്തെ ഐതിഹ്യം എന്താണോ അത് വിശ്വസിച്ചു കൊള്ളുക. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പൂജ, അവിടുത്തെ വഴിപാട് ഒക്കെ ചെയ്തു കൊള്ളുക. അല്ലാതെ ഇതെന്താണ് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ള ചോദ്യങ്ങൾ പോലും സഹിക്കുകയില്ല, സമ്മതിക്കുകയില്ല. ചർച്ചയില്ല, അന്ധമായി പിന്തുടർന്നു കൊള്ളുക. അതിലൊക്കെ ഒരുപാട് കാണുമ്പോൾ തന്നെ വൈരുദ്ധ്യങ്ങളും വൈത്തങ്ങളും, അതുപോലെ ഒരുപാട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും ഈ ദൈവങ്ങളെക്കുറിച്ച്. പക്ഷെ ഒന്നും പാടില്ല, അത് പറഞ്ഞതങ്ങ് കേട്ടോളുക. ഇവിടെ അങ്ങനെയാണ്, ഇതിന്റെ കഥ ഇങ്ങനെയാണ്, ഐതിഹ്യം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് പരിഹസിക്കുന്നു എന്നല്ല, അവർ പറയുന്നു എന്നത് തന്നെയാണ് വിഷയമാക്കുന്നത്. എന്നാൽ അവരോ വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ, അവര് അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്തമാനത്തെ ഒക്കെ അവര് കാഫിറുകളായ അവസ്ഥയിലാണ് കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർ നിഷേധിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. രണ്ട് വിഷയം അതിലുണ്ട്. ഒന്ന്, റസൂലുള്ളാഹിനെ പരിഹസിക്കുകയാണ്. അതിൽ രണ്ട് കാര്യം ഉണ്ടാകാം. ഇവനല്ലേ നമ്മുടെ ദൈവങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞ് അവരുടെ ശാപവും കോപ്പവും വാങ്ങാനിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യഘട്ടത്തിലൊക്കെ ഉള്ള ജീവിതം തന്നെ വളരെ പ്രയാസം പിടിച്ചതായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു പരിഹാസമാകാം. എങ്കിൽ മറുപടി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിച്ചതുപോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചതുപോലെ തന്നെയാണ്, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, ഈ ദൈവങ്ങളെ, ഈ വിഗ്രഹങ്ങളെ കുറ്റം പറയുക, ദൈവങ്ങളെ ചോദ്യം ചെയ്യുക എന്നത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളോ റഹ്മാനായ അള്ളാഹുവിനെ അതിൽ പങ്കു ചേർക്കുന്നതിൽ നിങ്ങൾക്കൊരു പേടിയില്ല എന്ന് വിമർശിക്കുന്നുണ്ടല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ സൂറത്തു അൻആമില്. വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. അൻആം 81 ഞാൻ എന്തിനു പേടിക്കണം നിങ്ങൾ ഈ അള്ളാഹുവിൽ പങ്കു ചേർത്തതിനെ? ഒരു പ്രമാണം ഇറക്കിയിട്ടില്ലാത്തതിൽ അവനെ പങ്കു ചേർത്തിട്ട് നിങ്ങൾക്കൊരു പേടിയില്ല. നമ്മളിൽ ഏത് വിഭാഗമാണ് യഥാർത്ഥത്തിൽ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ യോഗ്യതയുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഒരു മറുപടിയാണ് അള്ളാഹു ഇവിടെയും പറയുന്നത്. ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞത് വലിയ പ്രശ്നമായിട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ അവരോട് അളവറ്റ കാരുണ്യം ചെയ്ത അർറഹ്മാനായ അള്ളാഹുവിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് അവർ നിഷേധികളായ അവസ്ഥയിലാണ്, അംഗീകരിച്ചുകൊണ്ടല്ല. അള്ളാഹിന്റെ കാരുണ്യത്തിലാണ് അവർ കഴിയുന്നത്. എന്നിട്ട് ആ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതിൽ അവർക്കൊരു പ്രശ്നവും തോന്നുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു പേടിയുമില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഗ്രഹങ്ങളെ നിഷേധിച്ചത് വലിയ പ്രശ്നമായിട്ട്, എന്നാൽ അവർ തന്നെ അംഗീകരിക്കുന്ന അള്ളാഹുവിനെ നിഷേധിക്കാൻ അവർക്ക് ഒരു പ്രശ്നമായിട്ട് അത് തോന്നുന്നേ ഇല്ല എന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ എതിരെ വിവാദമാക്കുന്നത് എന്ന് ചുരുക്കം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? അവരുണ്ടാക്കി വെച്ച ദൈവങ്ങളെ അംഗീകരിക്കണില്ല എന്ന നിലക്ക്. എന്നാൽ അവർക്ക് തന്നെ അറിയാം, മുകളിൽ അല്ലാഹു തആല സൂചിപ്പിച്ചതുപോലെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് അവര്, അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവര്. എന്നിട്ട് ആ അള്ളാഹുവിനെ നിഷേധിക്കാൻ ഒരു മടിയില്ല അവർക്ക്. ഇങ്ങനെയാണ് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ദൈവങ്ങളെ അവരെ ദൈവങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം അതാണ്. ദൈവങ്ങളെ കുറ്റം പറയുന്നു, ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു, കുടുംബങ്ങളിൽ ഛിദ്രത ഉണ്ടാക്കുന്നു, അത് നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നു. സൂറത്ത് ഫുർഖാനിലെ ആയത്തിൽ
41, 42 ആയത്തിൽ വൈദാർ ഔക ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസുവ അഹാദല്ലദീ ബഅസല്ലാഹു റസൂല ഇൻ കാദല യുളില്ലിന അൻ ആലിഹത്തിന ലൗല അൻ സബർന അലൈഹ വസൗഫ യഅലമൂന ഹീന യറൗനൽ അദാബ മൻ അളല്ലു സബീല മൻ അളല്ല സബീല. അവര് ചോദിക്കുകയാണ് വൈദാർ ഔക ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസുവ, കാണുമ്പോൾ പരിഹാസമായിട്ടല്ലാതെ ഇവർ എടുക്കുന്നില്ല. എന്നിട്ട് അവർ ചോദിക്കുകയാണ് അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഇവനെയാണോ അല്ലാഹു തആല റസൂലായിട്ട് അയച്ചിട്ടുള്ളത്? ഇൻ കാദല യുളില്ലുന അൻ ആലിഹത്തിന ലൗല അൻ സബർന അലൈഹ, നമ്മൾ വളരെ ഉറച്ചു നിന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ദൈവങ്ങളിൽ നിന്ന് ഇവൻ നമ്മളെ ദലാലത്തിലാക്കിയേനെ. അള്ളാന്റെ മറുപടി വസൗഫ യഅലമൂന ഹീന യറൗനൽ അദാബ മൻ അളല്ലു സബീല, ശിക്ഷ കാണുന്ന സന്ദർഭത്തിൽ അവര് അറിയും ആരാണ് വഴിതെറ്റിയവൻ എന്ന്. ഇപ്പൊ പരിഹസിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ നിഷേധിച്ചതിന്റെ ഫലം അവർ കാണുമ്പോൾ ഇതായിരിക്കില്ല കോലം എന്ന് താക്കീത് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹസിച്ചും അദ്ദേഹത്തിന്റെ ഉത്ബോധനങ്ങളെ പരിഹസിച്ചും ഒക്കെ കഴിഞ്ഞുകൂടിയിരുന്ന വളരെ വളരെ ശക്തമായ എതിർപ്പും സംവാദങ്ങളും നടന്നിരുന്ന കാലത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അന്നുള്ള സംവാദത്തിന്റെ ഒരു ചിത്രമാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖതൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.